അഗൈൻ ബാക്ക് ടു ദി ഷോ ടു ഡോസ്. അപ്പോൾ നല്ലൊരു സോങ് ആയിരുന്നു നമ്മൾ വീണ്ടും പ്ലേ ചെയ്ത് കേട്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഡെയിലി റൊട്ടീനിൽ എന്താണ് നമ്മൾ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടൈം ടേബിൾ തന്നെ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ എന്താണ് ഓഫീസിൽ പോകുന്നത് ഇന്ന ടൈമിൽ, അല്ലെങ്കിൽ നമ്മൾ എഴുന്നേക്കുന്നത് ഇന്ന ടൈമിൽ, ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ ഷെഡ്യൂളാക്കി വെക്കുക. അപ്പോൾ അതനുസരിച്ച് തന്നെ ചെയ്യുക കേട്ടോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില വേരിയേഷൻസ് ഒക്കെ വരാതിരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ടൈം മാനേജ്മെന്റിനെ കുറിച്ച് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ എന്താണ് നമ്മളിപ്പം വീട്ടമ്മമാർക്ക് ഉണ്ടാവുന്ന ഏറ്റവും കൂടുതൽ പ്രോബ്ലം, അവരിപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോ. കൂടുതലും വീടുകളിലൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, വേഗം ഒരു കോൾ വരുന്നു. അപ്പോൾ ഇങ്ങനെ ലൂസ് സ്റ്റോക്കിനൊക്കെ വേണ്ടി പോകുന്നു, കുറെ സമയം ആ ലൂസ് സ്റ്റോക്കിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നു. അപ്പോൾ പിന്നെ ഹസ്ബൻഡ് വരുന്നു, അടുത്ത ആടി പ്രശ്നങ്ങളൊക്കെ ആവുന്നു. ഇതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാ ലൈഫിലും കണ്ടുവരുന്ന കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളുടെ അടുത്ത കോളർ ഉണ്ട്. കോളറോട് നമ്മളുടെ ടൈം മാനേജ്മെന്റിനെ കുറിച്ച് ചോദിക്കാം. ഹലോ ഹലോ, ന്യൂ ടോസിലേക്ക് സ്വാഗതം. ഇതാരാണ്? താങ്ക് യു. ജാംഷഡ്പൂർ. ഹു ഇസ് ദിസ്? ജാർഖണ്ഡ്. ഓക്കെ, എന്താണ് പേരെന്താ? ഹലോ, ജാർഖണ്ഡ് രമാദേവി. രമാദേവി. ഓക്കെ ഓക്കെ, രമാന്റെ ഹൗസ് വൈഫ് അല്ലേ? ഓക്കെ, നമ്മളുടെ പ്രോഗ്രാം ഒന്നും കാണാറില്ല ആളല്ലേ? കാണാറുണ്ട്, ദിവസം കാണാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് കേട്ടിരുന്നു ആന്റി? ഞാൻ ഇപ്പൊ കുറച്ചു മുമ്പ് ഓൺ ചെയ്ത് ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കായിരുന്നു. ഓക്കെ, ടൈം മാനേജ്മെന്റ് ആണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്. ടൈം മാനേജ്മെന്റ്. ഓക്കെ, ടൈം ഇപ്പൊ ഒരുപാട് നമ്മളെ എല്ലാവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വേസ്റ്റ് ആയി പോകുന്ന കാര്യം ടൈമാണ്. അതെ അല്ലേ? ഓക്കെ, ആന്റിന്റെ ലൈഫിൽ എങ്ങനെയാണ് ടൈം ഒരുപാട് വേസ്റ്റ് ആയി പോകുന്നത്? ഞാൻ എന്തെങ്കിലുമായിട്ട് സ്റ്റിച്ച് ചെയ്തോണ്ടിരിക്കും അങ്ങനെയുള്ള സമയങ്ങളില്. അങ്ങനെ പ്രത്യേകിച്ച് അധികം സമയമൊന്നും വേസ്റ്റ് ആവാറില്ല. എനിക്ക് വേസ്റ്റ് ആക്കാൻ നോക്കാറില്ല. എന്തെങ്കിലും പണികളൊക്കെ ചെയ്തോണ്ടിരിക്കും അല്ലേ? കൂടുതലും എന്തൊക്കെയാണ് ഹോബീസ് ഒക്കെ? ഏതെങ്കിലും ഹോബീസിലൊക്കെ ഏർപ്പെടും? അതുപോലെ ഈ സ്റ്റിച്ച് ചെയ്യുക, എംബ്രോയിഡറി വർക്ക് ചെയ്യുക, അങ്ങനെ വല്ലതും ചെയ്യാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യം. എന്തോ ഇഷ്ടമുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ആന്റിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണ് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി അങ്ങനെയാണ് ടൈം വേസ്റ്റ് ആവാതെ കാത്തു സൂക്ഷിക്കുന്നത്. കുക്ക് ചെയ്യാറൊക്കെ ഉണ്ടോ? ഒരുപാട് കുക്ക് ചെയ്യാറൊക്കെ ഉണ്ട്. ഇങ്ങനെ പുതിയ ഡിഷസ് ഒക്കെ ഇങ്ങനെ പരീക്ഷിക്കാറുണ്ടോ? ടിവിന്ന് കാണുന്നതൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യാറുണ്ട്. ടിവിന്ന് കാണുന്നതൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യാറുണ്ട്. എന്നിട്ട് വീട്ടിലുള്ളവരിലായിരിക്കും അത് പരീക്ഷിക്കുന്നത്. അതാണ് അവർക്ക് അവരുടെ ഒരു എന്താണ് സജഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ടൈം വേസ്റ്റ് ആയാലും വേണ്ടില്ല, ഇത് കഴിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്നൊരു നിലപാടായിരിക്കും അല്ലേ? സാരില്ല, ഒരു ദിവസം നമ്മൾ ആണല്ലേ സ്വന്തമായിട്ട് കഴിച്ചു വെക്കുമ്പോ, ഞങ്ങള് വീട്ടില് ഞങ്ങളുടെ അമ്മയുടെ ഒക്കെ വയതായുള്ള സ്വന്തമായിട്ട് കഴിച്ചു വെക്കുക, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണ്ടി തന്നായിരുന്നു. സാരില്ല. അപ്പോൾ എന്തായാലും ആന്റി നന്നായിട്ട് കുക്ക് ചെയ്ത് നമ്മളുടെ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുതരിക. ഞാനിവിടെ ഉണ്ട്, നന്നായിട്ട് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയാട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച് ആന്റി. ഓക്കെ, അപ്പോൾ ആർക്ക് വേണ്ടിയാണ് സോങ് പ്ലേ ചെയ്യേണ്ടത്? എന്റെ പൂനെയിലുള്ള മോനുണ്ട്, ചേച്ചിയുണ്ട്, ഫാമിലി ഉണ്ട്. അവർക്ക് വേണ്ടിട്ട്, എന്റെ മോൾക്ക്, ഹസ്ബൻഡിന്, നാട്ടിലുള്ള എല്ലാവർക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടി നല്ലൊരു സോങ് പ്ലേ ചെയ്യട്ടെ? ഓക്കെ ആന്റി, വീണ്ടും വിളിക്കാം. അപ്പോൾ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്ന ആന്റി ഒരുപാട് ഡെഡിക്കേഷൻസ് ഒക്കെ പറഞ്ഞു. ആന്റിയുടെ എല്ലാ ഡിയോ മനസ്സിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ലാസ്റ്റ് പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് ടൈം മാനേജ്മെന്റ് ആണ് നമ്മുടെ ടോപ്പിക്. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാതെ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും ഹോബീസ് ആയാലും അതിലൊക്കെ നല്ല നല്ല ഹോബീസ് അല്ലെങ്കിൽ നല്ല നല്ല ബുക്സ് ഒക്കെ റീഡ് ചെയ്ത്, അപ്പൊ എങ്ങനെയായാലും നമ്മൾ ഒരിക്കൽ പോയി നമ്മുടെ ഒരു സമയം പോലും ചുമ്മാ വേസ്റ്റ് ആയി കളയാതെ സ്പോൺസർ ചെയ്യുന്ന വളരെ മനോഹരമായ ഗിഫ്റ്റ് ആയിരിക്കും ആന്റിയെ കാത്തിരിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം എതിരെ വെക്കുന്നത് നമ്മൾ എഴുതി അറിയിക്കുക.